ആപ്കി അദാലത്തിൽ ജമിയത്ത് ഉൽമ ഹിന്ദിന്റെ പ്രസിഡന്റ് മൗലാന മെഹ്മൂദ് മദിനിയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റാരോപണം ഇദ്ദേഹം ഹിഡൻ പൊളിറ്റിക്സ് നടത്തുന്നു എന്നുള്ളതാണ്. മൗലാന സാർ, എല്ലാവരും എന്താ പറയുന്നതെന്ന് വെച്ചാ താങ്കൾ രാഷ്ട്രീയത്തിലില്ല, പക്ഷേ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. താങ്കൾ നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നു, അമിത്ഷയെ മീറ്റ് ചെയ്യുന്നു, RSSനോടൊപ്പം സംസാരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു നാടിന്റെ സിറ്റിസൺസാ. നല്ലതും ചീത്തയും എല്ലാം ഇവിടെ ഓരോരുത്തർക്കും സമമായിട്ടുള്ളതാണല്ലോ. നാട് നന്നായിട്ടിരുന്നാ എല്ലാവർക്കും നല്ല കാര്യം തന്നെയല്ലേ. നാട്ടിൽ എന്തെങ്കിലും ഒരു തെറ്റ് നടന്നാൽ അതെല്ലാവർക്കും കഷ്ടം തന്നെയാണല്ലോ. രാഷ്ട്രീയം എപ്പോഴും മറച്ചു ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാൻ രാഷ്ട്രീയമൊന്നും കാണിക്കാറില്ല സാർ. പക്ഷെ നാടിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല പണിയെടുത്താൽ അത് ഞങ്ങൾ നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യും. തെറ്റ് ചെയ്താൽ അവരെ എതിർത്തും നിൽക്കും. ഇത് ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അവരെ പോയി ഞങ്ങൾ കാണുകയും ചെയ്യും. എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയുള്ളൂ. നല്ല കാര്യം ചെയ്യുന്നത്, കാണുന്നത്, സംസാരിക്കുന്നത്, ഇതൊന്നും രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ആവശ്യമാണ്, ഈ നാടിൻ്റെ ആവശ്യമാണ്. കണ്ടില്ലെങ്കിൽ എങ്ങനെ സംസാരിക്കും, എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും, എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്? ഇത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇത് ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്, ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അതാണ്. താങ്കൾ പ്രധാനമന്ത്രിയെ പ്രശംസിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാമിക് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവരെ കെട്ടിപ്പിടിക്കുന്നു, അദ്ദേഹത്തിന് അവിടെ നിന്ന് അവാർഡ് കിട്ടുന്നു. ഇത് നല്ല കാര്യമാണെന്നാണോ പറയുന്നത്? അതെ, ഇത് എൻ്റെ നാടാ, എൻ്റെ നാടിൻ്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട് കിട്ടുവാണെങ്കിൽ നാടിന് കിട്ടിയതുപോലെ തന്നെയല്ലേ സാർ? ഞാൻ അദ്ദേഹത്തിൻ്റെ ഓരോ പോളിസിക്കും ഞാൻ മര്യാദ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ഫോളോവും ചെയ്യുന്നുണ്ട്. ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ട്, ചില കാര്യങ്ങളുടെ മേലെ ഡിസഗ്രിമെൻറ്റ്സ് വലിയ രീതിയിലുണ്ട്. പക്ഷെ നാടിൻ്റെ പുറത്ത് പോയാൽ ആരെങ്കിലും നാണം കെടുത്തണമെന്ന് അവർ ട്രൈ ചെയ്തു പോലും ഇരുന്നാൽ അതിനുവേണ്ടി ഞങ്ങൾ ജീവൻ പോലും തരാൻ തയ്യാറാണ് സാർ. എതിർത്ത് നിൽക്കും. മദിനി സാർ, നമ്മുടെ രാജ്യത്തുള്ള വ്യക്തികൾ അന്യരാജ്യത്ത് പോയിട്ട് ഇവിടെയുള്ള മുസ്ലിംസിന് അന്യായം നടക്കുന്നു എന്നും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാഹചര്യം വളരെ മോശമാണെന്നും അമേരിക്കയിലും UK-യിലും എല്ലാം പോയി പറയുകയാണ്. ഇത് ഞാനും പറയും. ഒരു പക്ഷേ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പറഞ്ഞേനെ. ഒരു പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാനായിട്ട് ഒരു സ്റ്റെപ്പ് ഇതുവരെ എടുത്തില്ലെന്ന് വെച്ചാൽ ഇവിടുന്നും വിഷമിക്കും, പിന്നെ വെളിനാട്ടിൽ പോയിരുന്നും വിഷമിച്ച് കരയുണ്ടല്ലോ സാർ. കരഞ്ഞല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അതായത് ഹർഷത് മദിനി സാർ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ സ്ഥിതി വളരെ മോശമായെന്ന്. എങ്ങനെയുള്ള സാഹചര്യമാണ് ഉള്ളതെന്ന് വെച്ചാൽ ജീവനോടിരിക്കാൻ ഒരു അർഹതയില്ലാത്ത രീതിയിലാക്കിയെന്ന്. സാർ, ഒരു സൈഡിൽ ഇങ്ങനെ മീഡിയ ഇരിപ്പുണ്ട്, ഒരു സൈഡിൽ ഇങ്ങനെ ഒരു പെർസെപ്ഷൻ ഡിഫറൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം വന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സാർ ഇതുവരെ? ഒരുപക്ഷെ ഇതിനായിട്ടുള്ള കറക്ഷൻ നമ്മൾ ചെയ്തില്ലെങ്കിൽ, കറക്ഷന് വേണ്ടി ഒരു സിൻസിയർ എഫേർട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ, ഗവൺമെൻറ്റും മീഡിയയിൽ നിന്നും പിന്നെ സിവിൽ സർവീസ് സൊസൈറ്റിയിൽ നിന്നും ഇത് നാടിനൊരു നല്ല കാര്യമൊന്നുമല്ല, ഇതൊരു ദ്രോഹമാണെന്ന് ഞാൻ പറയത്തുള്ളൂ സാർ. അതുകൊണ്ട് ഈ സിറ്റുവേഷൻ മാറ്റി എഴുതാനായിട്ട് നമ്മളൊക്കെ എഫേർട്ട് ഇട്ട് പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ സാർ. വളരെ ടഫാണ് സിറ്റുവേഷൻ. ഇവിടേക്ക് വിളിച്ചതിന്റെ ഉദ്ദേശം തന്നെ ഇതാണ്. അതെ സാർ, നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഈ സിറ്റുവേഷൻ മാറ്റിയെടുക്കണമെന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മുടെ ഗവൺമെന്റിന്റെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്. അതിൽ തെറ്റുണ്ടോ? എനിക്കറിയില്ല, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല സാർ. എനിക്കത് തോന്നിയില്ല. ഇതിനു വേണ്ടി എന്തൊക്കെ സിൻസിയർ എഫേർട്ട് എടുക്കണോ അതൊന്നും എടുത്തില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സാർ. ഇതുവരെ തോന്നിയിട്ടില്ല സാർ, അതാണ് സത്യവും. പക്ഷേ ഇവിടെ ഭരിക്കുന്നവർ പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റേഷനിലോ ഇലക്ട്രിസിറ്റിയിലോ വീട് നൽകുന്നതിലോ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള മതവേർപാടുകളും കാണിക്കുന്നില്ലെന്നാണ്. നല്ല കാര്യമാണ് സാർ. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ജസ്റ്റിസിൽ, ലോയിൽ, ഓരോ ഇതിലും കറക്റ്റായ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവണം. ഈക്വാലിറ്റിയും തീർച്ചയായിട്ടും വേണം. അപ്പം ഞാൻ സമ്മതിക്കാം. ഒരു പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലെന്ന് വെച്ചാൽ അതിനുശേഷം ഡെവലപ്മെൻറ്റും ഈക്വാലിറ്റിയും എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ എന്തർത്ഥമായിട്ടിരിക്കുന്നത്? എന്താണ് നടന്നില്ലെന്ന് നിങ്ങൾ പറയുന്നത്? ജസ്റ്റിസ്, ലാ, അതിനായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻസ് ഇല്ല. അതിൻ്റെ ഒപ്പം ആളുകൾക്ക് റെസ്പെക്റ്റ്, ഈ 3-4 കാര്യങ്ങളും ആൾക്കാർക്ക് വലിയ കാര്യമാണ് സാർ, വളരെ വലിയ കാര്യമാണ്. ലോ എല്ലാവർക്കും തന്നെ ഈക്വലാണ് സാർ. അത് ഈക്വലായിട്ടിരിക്കണം, പുറത്തും അറിയണമല്ലോ സാർ. താങ്കൾ എന്താ കരുതുന്നതെന്ന് വെച്ചാൽ ബുൾഡോസർ കയറ്റുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അനീതി സംഭവിക്കുന്നു എന്ന്. ഇതിനെതിരായിട്ട് താങ്കൾ സുപ്രീം കോടതി ചാലഞ്ചും ചെയ്തു. അതെ, ഞാനും ചെയ്തു. പക്ഷേ സുപ്രീം കോടതി പോകേണ്ട ആവശ്യങ്ങൾ വന്നിരിക്കാൻ പാടില്ല. ഗവൺമെൻറ് പറയുന്നത് പോലെ എല്ലാവരും ഈക്വലാന്നാണ് പറയുന്നത്, പക്ഷേ അവിടെ പോകേണ്ട ആവശ്യങ്ങൾ വന്നിരിക്കാൻ പാടില്ല. സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കരുത്, പക്ഷേ വേറെ വഴിയില്ലാണ്ടാണ് ഞാൻ പോയത് അങ്ങോട്ട്.
അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഉത്തർപ്രദേശിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ജീവിത സാഹചര്യം മാറ്റണം, സിസ്റ്റം ശരിയാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ആക്ഷൻ എടുത്തത്. പക്ഷേ താങ്കൾ അത് തെറ്റിദ്ധരിച്ചെന്ന് പറയുന്നു. ഇല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൗലാന സാറിൻ്റെ മേത്താണല്ലോ തള്ളി വയ്ക്കുന്നത്. എല്ലാം കൂടെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണ്ട. അതായത് ഇതിൽ എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ആൻഡ് ഓർഡറൊക്കെ ശരിയാക്കുന്നതാ. ഇത് വളരെ നല്ല കാര്യമാണ്. ലോ ആൻഡ് ഓർഡറൊക്കെ ശരിക്കും നടത്തണമെന്നുള്ള രീതിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ടുള്ളൊരു ലിമിറ്റ് എന്നൊന്നും ഉണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും ഒരുപക്ഷെ ആ ലിമിറ്റ് തന്നെ ക്രോസ് ചെയ്താൽ ഇത് തീർച്ചയായിട്ടും കറക്റ്റായ കാര്യമല്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, പണ്ടൊക്കെ പോലീസ് മുൻപിലോടും മാഫിയക്കാരും റൗഡികളും അവരെ പിന്തുടർന്ന് ചെല്ലുമെന്ന്. ഇപ്പം മാഫിയയും റൗഡികളും എല്ലാം മുമ്പിലോടുമ്പോൾ പോലീസ് പിന്തുടരുന്നു എന്ന്. അവർ പറയുന്ന കാര്യം ചിലപ്പോൾ സത്യമോ ആയിരിക്കാം. ഞാൻ ആ പർട്ടിക്കുലർ കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അതായത് ഇംപ്ലിമെൻറ്റേഷൻ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉണ്ടാവണം, ഈക്വലായിട്ട് ഇരിക്കണം, തെറ്റായ വഴിക്കുണ്ടാവാൻ പാടില്ല. പക്ഷേ താങ്കളെപ്പോലെയുള്ള ആളുകൾ മാഫിയകൾക്കെതിരായിട്ട് ആക്ഷൻ എടുക്കുന്ന സമയത്ത് അതിനെ ഒബ്ജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതെങ്ങനെ? എപ്പോഴാണ് ഒബ്ജക്ഷൻ ചെയ്തത്? ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒബ്ജക്ഷൻ ചെയ്യാൻ പോകുന്നത്? ഇത് മാഫിയെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല, സാധാരണ മനുഷ്യനും അവൻ ഇപ്പോഴും ഒരു നിരപരാധി തന്നെയാ. അവൻ കുറ്റവാളിയൊന്നുമല്ല, ഒരു സ്ഥലത്തും കൺവിക്റ്റ് ആയിട്ടില്ല. ശരി, മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ പറയേ. ഞാൻ കുറ്റം ചെയ്തു, അതിനായിട്ടുള്ള ശിക്ഷ എന്തിനാ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കും കിട്ടുന്നത്? ഇതൊക്കെ ശരിയാണോ? താങ്കൾക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. മുക്താർ അൻസാരി, അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം കേസുകളുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് അറിയാം, അദ്ദേഹം ഒരു ഗാങ്സ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിനെതിരായിട്ട് 63 ക്രിമിനൽ കേസുകളുണ്ടായിരുന്നു. അതിൽ മർഡർ കേസുകളുമുണ്ട്. അതോടൊപ്പം തന്നെ 8 കേസുകളിൽ അദ്ദേഹത്തിനെതിരായിട്ട് കൺവിക്ഷനും നടന്നു. ശരി, ഒരു കാര്യം നിങ്ങൾ പറയേ. അല്ല, ആദ്യം എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക. താങ്കൾ മുക്താർ അൻസാരിയെ പാവങ്ങളുടെ രാജാവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിലും പോയി ഒന്ന് ചോദിച്ചു നോക്കണം. അദ്ദേഹം വെറും മുസ്ലിം ആയിട്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ഇത്. വോട്ട്സും മോർ ദൻ 80% നോൺ മുസ്ലിംസ് തന്നെയല്ലേ. അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി തന്നെ ഇങ്ങനെ തന്നെയല്ലേ. മുസ്ലിംസിന്റെ ആളൊന്നുമല്ല, അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ഇരുന്ന ഒരാളാണ്. ഇപ്പോൾ കേസസ് ഉണ്ട്, എത്ര കേസസിലാണ് കൺവിക്റ്റ് ആയതെന്നും ഇതിനെക്കുറിച്ച് ഞാൻ തന്നെ പറയാം സാർ. ഇതിന്റെ റിസർച്ച് ഒരുപാട് എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ എന്തോ ഒരു റിസർച്ച് ആണോ പ്രസന്റ് ചെയ്തത്, എൻ്റെ കയ്യിൽ അത്രയും തന്നെ ഉണ്ട് സാർ. ഞാനത് പ്രസന്റ് ചെയ്യാം. ശരിക്കും അദ്ദേഹം ഒരു പാവപ്പെട്ടവരുടെ രാജാവ് തന്നെയാ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? അദ്ദേഹത്തിന്റെ കേസിൽ ഒരു കേസ് പോലും അദ്ദേഹം ആരുടെ വീടാണോ കബ്സ ചെയ്തെന്നോ കൈപ്പറ്റിയെടുത്തെന്നും പറയാൻ കഴിയില്ല. പിന്നെ കഷ്ടപ്പെടുത്തി നിങ്ങൾ പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു സത്യമല്ല, എല്ലാം നുണയായിരിക്കും സാർ. പ്രൂവ് ചെയ്ത് ഞാൻ വാപ്പസ് മേടിച്ചോലാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രദറാണ് പാർലമെന്റ് മെമ്പർ ആയിരിക്കുന്നേ. ആ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് നോക്കണം. അവിടെ ഒരു മുസ്ലിമായിട്ടിരുന്ന് തന്നെ ജയിക്കാൻ കഴിയില്ല സാർ. ഞാനിവിടെ ഹിന്ദു മുസ്ലിമിനെ ഇല്ല, നിങ്ങൾ ആ കോൺടെക്സ്റ്റിൽ തന്നെയല്ലേ എന്റെ അടുത്ത് ചോദ്യം പോലും ചോദിച്ചത്. എന്താ പറഞ്ഞെന്ന് വെച്ചാ, താങ്കൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ പറയും. ഞാൻ പറയുന്നത് പോലീസിന്റെ റെക്കോർഡാണ്, ഇത് അദാലത്തിന്റെ റെക്കോർഡ്. ആ ശരി, ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ ആ റെക്കോർഡും ഉണ്ട്. ഇനി ഒരുപാട് റെക്കോർഡ്സിൽ നിന്ന് അദ്ദേഹം പുറത്ത് വന്നിട്ടുണ്ട് സാർ. അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് സാർ. ശരിക്കും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ച കേസുകളെ പറ്റി മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ശരി, എന്നാ അദ്ദേഹം അതിനുള്ള പനിഷ്മെന്റ് കിട്ടിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് അദ്ദേഹത്തിനായിട്ട്. ഒരു മനുഷ്യൻ നല്ല കാര്യം ഒരുപാട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ സാർ നമ്മളിവിടെ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ, അദ്ദേഹം പാവങ്ങളുടെ രാജാവാണ്, പക്ഷേ കോടതി ശിക്ഷിച്ചു എന്നല്ലേ? ശരി, നിങ്ങൾ തന്നെ ഒരു കാര്യം പറ. ഇപ്പൊ നിങ്ങൾ തന്നെയാ പറഞ്ഞത് ഞാൻ പ്രൈം മിനിസ്റ്റർ മോദിയെ ഞാൻ അഭിനന്ദിക്കുമെന്ന്. ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും അഭിനന്ദിക്കാൻ പാടില്ലെന്നും ഇതൊക്കെ എങ്ങനെയാണ് സാർ ശരിക്കും സാധ്യമാകുന്നത്? ചില സമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അഭിനന്ദിക്കുകയും ചെയ്യുമല്ലോ. ചില സമയം നല്ല കാര്യങ്ങളും നടക്കും, അതിനുവേണ്ടി ഞാൻ അഭിനന്ദിക്കുന്നതാണ് വിളിച്ച്. ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനെക്കുറിച്ചും അദ്ദേഹം ചെയ്ത ജോലിയെക്കുറിച്ചും പിന്നെ എനിക്കുള്ള ഡിസഗ്രിമെന്റിനെ കുറിച്ചും ഞാൻ സംസാരിക്കും സാർ. സാർ വേറെ വേറെ സമയത്ത് വേറെ വേറെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം മുക്താർ അൻസാരി സാറിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യത്തിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പറഞ്ഞല്ലേ പറ്റുള്ളൂ. എൻ്റെ മതത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിച്ചുപോയെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ് പറയേണ്ടത്, തെറ്റായതല്ലെന്ന്. പക്ഷേ അദ്ദേഹം ജീവനോടുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ക്രിമിനൽ പ്രവർത്തികൾ ഞാൻ എപ്പോഴും അഭിനന്ദിച്ചിട്ടില്ല. അതിനുള്ള ആവശ്യവും എനിക്കില്ല സാർ. അതിനുള്ള ആവശ്യമില്ലല്ലോ. മരിച്ചതിന് ശേഷം ആ കാര്യം പറയുവാണ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ സാർ. ശരിക്കും
കോൺസ്റ്റിറ്റ്യൻസി മൊത്തം ഇത് തന്നെ പറയുന്നത്. ആരോ ഒരാൾ ഡിസാഗ്രിമെന്റ് പറയുന്നതുകൊണ്ട് മുഴുവനും അങ്ങനെ ആവാനുള്ള സാധ്യത ഇല്ലല്ലോ. ആരോ ഒരാൾ സമ്മതിച്ചെന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് എല്ലാം നല്ലതാണ്, നല്ലതിന് വേണ്ടിയാണെന്ന് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ലല്ലോ സാർ. എന്താ ഇതൊരു കേസ് മാത്രമാണ്. ഇതല്ലാതെ ഉത്തർപ്രദേശിൽ മാഫിയക്കെതിരായിട്ട് റൌഡികൾക്കെതിരായിട്ടും ഒക്കെ എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നല്ല സിറ്റുവേഷനാണ്. അതെങ്കിലും താങ്കൾ സമ്മതിക്കും? പാർഷ്യലി ഞാൻ ഇത് അഗ്രി ചെയ്യാം, തീർച്ചയായിട്ടും അഗ്രി ചെയ്യാം. ഞാൻ സമ്മതിച്ചോളാം. അതിൻ്റെ ഒപ്പം നല്ല കാര്യങ്ങൾ നല്ല വിധത്തിൽ പോസിറ്റീവായിട്ട് എടുക്കണം. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റും കൂടെ ഉണ്ടാവണം. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രം എതിരെ ഈ ആക്ഷൻസ് ഒന്നും എടുക്കാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പാർഷ്യാലിറ്റി നോക്കാണ്ട് ആക്ഷൻ എടുക്കുകയാണെന്ന് വെച്ചിരുന്നാൽ അത് വളരെ നല്ല കാര്യമാണ്. റെഗുലറായിട്ട് നടക്കട്ടെ. വളരെ നന്നായിട്ട് ഉത്തരം പറഞ്ഞു, നന്നായിട്ട് പറഞ്ഞു. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? സാറേ, രാമർ ടെമ്പിളിന്റെ ഫൗണ്ടേഷൻ നടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ഒരു നാടിന്റെ പ്രധാനമന്ത്രി ഒരു അമ്പലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മതത്തിനെ കുറിച്ചോ ഏത് സ്ഥലത്തിന്റെ ഫൗണ്ടേഷനാണ് നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വന്നിരുന്നു. അതിൽ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ മസൂദി കെട്ടുമായിട്ടാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പ്രൈം മിനിസ്റ്റർ തന്നെ അവിടെ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നതായിട്ട് പറഞ്ഞതാണ് കാര്യം. അങ്ങനെ ആ സമയം പറഞ്ഞപ്പോൾ അതേസമയം വേറൊരു കാര്യം നടന്നുകൊണ്ടാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കോണ്ടെക്സ്റ്റ് ഇത് തന്നെയായിട്ടായിരുന്നു ഇരുന്നത്. കോണ്ടെക്സ്റ്റ് ഞാൻ ഇതാണ് പറഞ്ഞത്. ഇന്നും ഞാൻ ഇതായിട്ട് തന്നെ ഇരിക്കുന്നത്. അതായത് എൻ്റെ നേഷനിൽ ഇതുപോലത്തെ പവറിലുണ്ടായിരുന്ന ആരായിരുന്നാലും ശരിക്കും ഏത് വകയായിട്ടുള്ള റിലീജിയസ് ആക്ടിവിറ്റീസിലും ലീഡ് ചെയ്യാൻ പാടില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ ഇത് സ്റ്റബേണാണ്. ഇതാ കോണ്ടെക്സ്റ്റിലൊന്നുമല്ല, ഇതെൻ്റെ ഒരു ജനറൽ ഒപ്പീനിയനാണ്. ഇതിൽ ഞാൻ ഇന്നും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ വേറെ കോണ്ടെക്സ്റ്റിലാണ് കൊടുത്തത്. പക്ഷെ ഇന്നും ഇത് തന്നെ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നത്. ഏത് വകയായിട്ടുള്ള റിലീജിയസും ലീഡ് ചെയ്യുന്ന വിധമായിട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി ഇത് കൂട്ടൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആരാണ് ലീഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുക. നോക്കൂ സാർ, രാമന്റെ അമ്പലത്തിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കാൻ ആരംഭിച്ചാൽ അതത്ര നന്നായി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത്തെ നശിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ ഒരുമിപ്പിക്കാൻ നോക്കുന്നതൊക്കെ മാറിപ്പോകും എന്നാ തോന്നുന്നത്. ഇതെന്റെ ഡൊമൈൻ അല്ല. അദ്ദേഹം ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു, അത്രേ ഉള്ളൂ. കോടതിയുടെ ജഡ്ജ്മെന്റ് അല്ലേ? ഓക്കെ, ആ ജഡ്ജ്മെന്റ് എങ്ങനെയാണ് മുഴുവനും വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്ത് പറയാം സാർ, പറയാം. പിന്നെ ജഡ്ജ്മെന്റിൽ അവർ എന്തോ ഒരു കാര്യമാണ് പറഞ്ഞതെന്ന്, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ആരംഭിച്ചാൽ ഇതിന്റെ കാര്യമെല്ലാം മാറിപ്പോ. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാര്യമില്ല. അത് നിങ്ങൾ അങ്ങനെ തന്നെ വിട്ടേരെ. ഇതൊക്കെ തുറന്നാൽ പിന്നെ ഇങ്ങനെ സംഭവിക്കത്തുള്ളൂ സാർ, അതാണ്.